അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞുവെങ്കിൽ ആളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വിമർശിച്ച് പറയുന്നത് ഒട്ടും ശരിയല്ല. ആ തെറ്റ് ആർക്കും സംഭവിക്കാം. രോഗം എന്ന് പറയുന്ന ആർക്കും വരുത്തരുതെന്ന ഒരു പ്രാർത്ഥനയാണ്. സംസ്കാരം വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു രേണുസുധിയുടെ വീഡിയോ ഞാൻ കുറച്ച് നാളുകളായി എടുത്തിട്ട്, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, രേണുസുധിക്ക് ക്യാൻസർ ആണെന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടായിരുന്നു. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. നമുക്കറിയാം, ഒരു രോഗം എന്ന് പറയുമ്പോൾ ആർക്ക് എപ്പോ വേണമെങ്കിലും അത് പിടിപെടാം. രോഗം അങ്ങനെയാണ്. രോഗത്തിന് നമുക്ക് മുൻകൂട്ടി ഒന്നും അറിയാൻ പറ്റില്ല. ആർക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ ഉണ്ടാക്കാം, അങ്ങനെയൊന്നും നമുക്കറിയില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് രോഗം. അതുകൊണ്ട് തന്നെ രേണുവിന്റെ ഈ രോഗം സ്ഥിരീകരിച്ചു അല്ലെങ്കിൽ രോഗം ഉണ്ട് എന്നുള്ള രീതിയിൽ രേണുവും ഒരിടത്തും പറയുന്നില്ല. നമുക്ക് കേൾവി മാത്രമാണുള്ളത്. അതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും രോഗം എന്ന് പറയുമ്പോൾ ആ ആളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വിമർശിച്ച് പറയുന്നത് ഒട്ടും ശരിയല്ല. ആ ആള് ഏത് രീതിയിൽ അവര് നമുക്ക് വിമർശിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് തന്നെയാണ് അതെന്ത് തന്നെയാണെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ആ രോഗാവസ്ഥ കവർ ചെയ്ത് വരും, സുഖപ്പെടും എന്ന് തന്നെ നമുക്ക് നല്ല പരിപൂർണ്ണ വിശ്വാസമുണ്ട്. ആർക്കും വരുത്തരുത്, രോഗം എന്ന് പറയുന്ന ആർക്കും വരുത്തരുതെന്നൊരു പ്രാർത്ഥനയാണ്. അത് രേണുവിനോടും നമുക്ക് അത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ കാര്യങ്ങൾ പറയാനുള്ള സമയത്ത് കാര്യങ്ങൾ തുറന്നു പറയും എങ്കിലും നമുക്ക് രേണുവിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അല്ലെ? ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു സമീപനം മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഞാനിപ്പോ ഈ വീഡിയോയുമായിട്ട് വരുവാൻ മറ്റൊരു കാരണമുണ്ട്. അതായത് ഈ രേണു നമ്മുടെ ബിഷപ്പിനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് രേണു വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുകയും അത് അദ്ദേഹത്തിന് അത് ഹേർട്ട് ചെയ്യുകയും അതേ തുടർന്ന് അദ്ദേഹവും ഈ രേണുവുമായിട്ട് യാതൊരു അടുപ്പമൊന്നുമില്ല. വളരെ രണ്ടുപേരും പരസ്പരം വലിച്ചു കീറുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊല്ലം സുധിയുടെ 3ാമത്തെ വർഷം ആണ്ട് ദിവസമായ ചരമവാർഷിക 3ാമത്തെ വർഷം ജൂൺ 5 അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ ആയിട്ട് ഈ ബിഷപ്പ് തന്നെ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു അപേക്ഷയുമായിട്ട് ഈ രേണുസുധിയുടെ തങ്കച്ചൻ ബിഷപ്പിനെ ചെന്ന് കാണുകയും കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുകയും അതേ തുടർന്ന് ഈ ബിഷപ്പ് വന്ന് വളരെ നല്ല രീതിയിൽ തന്നെ മാന്യമായ രീതിയിൽ തന്നെ അദ്ദേഹം ഇടപെടുകയും ചെയ്ത ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ എനിക്ക് തോന്നി. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആ വിഷയം ഒന്ന് ഇന്ന് എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. അതായത് ഈ ഒരു ബിഷപ്പ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ വളരെ വലിയ രീതിയിൽ നല്ല സ്ഥാനമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളിൽ രേണുവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എങ്കിൽ പോലും ഈ രേണു ചെന്ന് ഒരു ക്ഷമാപണം നടത്തുന്നതിന് തുല്യമായിട്ടാണ് രേണുവിന്റെ അച്ഛൻ അവിടെ ചെന്ന് ബിഷപ്പിനോട് സംസാരിക്കുകയും വന്ന് പ്രാർത്ഥന നടത്തണമെന്ന് പറയുകയും സുധിയുടെ കാര്യങ്ങൾ പറയുക, രേണുവിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വളരെ നല്ല രീതിയിൽ അവിടെ നിന്ന് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ബിഷപ്പ് വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് അദ്ദേഹം ഈ സുധിയുടെ രേണുവിന്റെ വീട്ടിൽ വന്നു. അദ്ദേഹം സാധാരണ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തന്നെ യാതൊരു പിണക്കവും കാണിക്കാതെ, അതാണ് അവിടെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിനെ തിരസ്കരിക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന്റെ വലിപ്പം അല്ലെങ്കിൽ ആ അറിവ് എന്നൊക്കെ പറയും, നമുക്ക് പറയാം അറിവ്, വിവരം എന്നൊക്കെ നമ്മൾ, സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സമീപനം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം എത്രയൊരു നല്ല മനുഷ്യനാണ്, എത്ര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. എപ്പോഴും നമ്മൾ അതുപോലുള്ള ആൾക്കാർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കും, അല്ലെ? അപ്പൊ നമുക്ക് ഈ അദ്ദേഹത്തിന്റെ സംസ്കാരം വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നത്. ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അതായത് അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞു എങ്കിൽ പോലും ഒരു താഴ്ന്ന സമയത്ത്, അതായത് രോഗാവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു വിധവയാണ്, അല്ലെങ്കിൽ ഒരു കലാകാരിയാണ് എന്നൊക്കെയുള്ള കുറെ മാനദണ്ഡങ്ങൾ, തെറ്റ് ആർക്കും സംഭവിക്കാം. അപ്പൊ അവിടെ കയറി ചെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം തീർന്നു, ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. അത് അദ്ദേഹം നല്ല രീതിയിൽ ഇവരുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും വന്ന് നല്ല രീതിയിൽ തന്നെ അവിടെ പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതേ സെമിത്തേരിയിലാണെങ്കിൽ പോലും അവിടെ ചെന്ന് പ്രാർത്ഥന, അദ്ദേഹം ആരാണ് എന്താണ് എന്ന് തെളിയിക്കുന്ന രീതി കുടുംബാംഗങ്ങളോട് വളരെ നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് അവിടെയൊക്കെയാണ് നമുക്ക് ആ വലിപ്പം, മനസ്സിന്റെ വലിപ്പം അല്ലെങ്കിൽ അതിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് എന്നുള്ള ഒരു സന്തോഷം നമുക്കത് കണ്ടപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള സന്തോഷമാണ്. രേണു ആണെങ്കിൽ പോലും ദൂരെ നിന്നുകൊണ്ട്, രേണുവിന് അത്യാവശ്യം പോകേണ്ടതായിട്ടുള്ള അത്യാവശ്യങ്ങൾ വന്നതുകൊണ്ട് രേണു ഇല്ല, അവിടെ കാണില്ല എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. തിരക്ക് പിടിച്ചിട്ടായിരിക്കാം, പ്രോഗ്രാം ഉള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ട് എന്തായാലും തന്റെ ഭർത്താവിന്റെ
ആ ഒരു ഓർമ്മ ചടങ്ങില് രേണു ആണെങ്കിലും വളരെ ദുഃഖാർത്ഥ ആയിട്ടുള്ള ഇതാണ് വീഡിയോയിൽ നമ്മൾ കണ്ടത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും, നമ്മളൊക്കെ മനുഷ്യരാണ്, അതുകൊണ്ട് നമുക്കൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ ഒരു മാനസിക ഒരു വിഷമം തട്ട സങ്കടം വരും അല്ലേ. രേഷ്മയ്ക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്നും അത്ര ശരിയായ രീതിയിൽ അറിയില്ല. ചിലപ്പോൾ അത് വെറും സംസാരം വിഷയം മാത്രമായിരിക്കാം, ചിലപ്പോൾ അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടായിരിക്കാം, രോഗം ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അത് നമുക്കറിയില്ല. എന്തായാലും രോഗം ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് വളരെ നല്ല രീതിയിലുള്ള ചികിത്സകൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരുപാട് ഭയക്കാനില്ല. വളരെ നല്ല രീതിയിൽ തന്നെ രേണുവിന് ഇനിയും വളരെ രേണുവിന്റേതായ ആക്ടിവിറ്റീസിലൂടെ തന്നെ മുൻപോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യവും നമ്മളെല്ലാവരും കണ്ടറിയുന്നത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.